നനയുകയോ മനമെങ്ങോഴുകയോ ഒരു കൂട്ടം കഥകളുമായി ഇളം കാറ്റിൽ ഇടവഴിയിൽ ഒരു കാലം തിരികെ വരും ചെറുതൂവൽ ചിരി പകരും തലോടും താനേ. എന്റെ അമ്മ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. രാധമ്മയെ കണ്ടത് എന്റെ സ്വന്തം അമ്മയായിട്ട്. മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അമ്മമാരെ ക്ഷമിക്കും. എന്നോട് ക്ഷമിച്ചൂടെ എന്റെ അമ്മ? മോളെ വാനവിൽ നീയേ മനമോകിൽ നേലെ താരകം പോൽ കൺമണികൾ നാം നടന്ന കാലം അതിശയജാലം പല വഴിയേറുക. മോളൊരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റുപറ്റിപ്പോയത് ഈ രാധമ്മയ്ക്ക. മോളെ രാധമ്മയോട് ക്ഷമിക്കണം. രാധമ്മ 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 വാ. എടാ, രമ്യയുടെ അവസ്ഥ വളരെ മോശം. ആ ഭ്രാന്തൊക്കെ മാറിയെങ്കിലും ഇപ്പോഴും അവള് വല്ലാത്ത വാശിയില്ല. എന്ത് വാശി? അവള് മനസ്സുകൊണ്ട് ഇപ്പോഴും ആ രാജുവിന്റെ പുറകെ. കല്യാണം കഴിക്കുന്നുണ്ടെങ്കിലേ അവനെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂന്നോ? അവന് നിലവിലൊരു ഭാര്യയില്ലേ, ആ മന്ത്രിയുടെ മകൾ ഋതിക. അവന്റെ മറ്റൊരു ഭാര്യ ആയിരിക്കാനാണോ അവളുടെ ആഗ്രഹം? ആ മന്ത്രിയുടെ മകളെ കൊന്നിട്ടാണെങ്കിലും അവള് രാജുവിനെ കെട്ടുന്നാ പറയുന്നത്. കൊല്ലം അങ്ങോട്ട് ചെല്ലും, അവള് നിന്ന് തരും. ഇനി ഉറക്കത്തിലെങ്ങാനും കൊന്നാലേ രാജുവിന്റെ ഭാര്യയായിട്ടിരിക്കാനൊന്നും പറ്റില്ല. വല്ല സെൻട്രൽ ജയിലിൽ പോയി കിടക്കാം. ഓക്കെ, ചെറിയ വട്ടൊന്നുമല്ല, മുഴുവട്ടം. വല്ല മെന്റൽ ഹോസ്പിറ്റലിലും കൊണ്ടുപോകും, അല്ലെങ്കിൽ പല സൈക്കാട്രിസ്റ്റിനെയും കാണിക്കും. ആ രാജു പറയുന്നത് എത്ര ശരിയാ. അവൻ ഇവളോട് പ്രേമൊന്നുമില്ലായിരുന്നു, വെറുതെ ഇവളാ അവന്റെ പുറകെ നടന്നത്. അവന്റെ കുടുംബവും പോയി. എടാ മോനെ, അമ്മയ്ക്ക് ഒരു സമാധാനവും ഇല്ല. എന്റെ മോനെ എല്ലാം മറന്ന് നമ്മുടെ വീട്ടിലേക്ക് വാ. എടാ, കുടുംബം ആകെ തകർന്നിരിക്കുക. നീ വന്നാൽ എല്ലാം ശരിയാവും. ഞാൻ എല്ലാം മറക്കാം, അമ്മ എല്ലാം മറക്കോ? മനസ്സിലായില്ല? കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ എന്റെ മാനസികാവസ്ഥ അങ്ങനെയായിരുന്നു. അതാ ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചു പോയത്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇപ്പൊ എല്ലാം കഴിഞ്ഞു പോയില്ലേ രാധമ്മേ? ഇനി അതൊക്കെ മറന്നേക്ക്. അതേമേ, മാഡം പറഞ്ഞതാ ശരി. ഞങ്ങൾക്ക് ഞങ്ങളുടെ രാധമ്മയെ തിരിച്ചു കിട്ടിയില്ലേ? അതിലിപ്പുറം സന്തോഷം എന്താ ഞങ്ങൾക്ക് കിട്ടേണ്ടേ? എന്നാലും ചിലതൊക്കെ ഓർക്കുമ്പോ അമ്മേ മതി. അമ്മ അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോ ഞാനും അമ്മയെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അതിന് എനിക്കും മാപ്പ് തരണം. പക്ഷേ സത്യം സത്യമായിട്ട് പറയണമല്ലോ. മാഡം മാത്രം അമ്മയെ ഒരു കുറ്റവും പറഞ്ഞില്ല. മറ്റുള്ളവരെ കുറ്റം പറയാൻ അനുവദിച്ചിട്ടുമില്ല. രാധമ്മേ, മീനുങ്ങള് വലിയ സന്തോഷത്തില്. എങ്ങനെ സന്തോഷിക്കാതിരിക്കും? അമ്മയെ ഈ അമ്പലത്തിൽ കണ്ടപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് നമ്മുടെ അച്ഛനാ. കാശ് മുഴുവനും ഞാൻ വിഴുങ്ങിയിട്ടില്ല, ക്രമേണയായിട്ട് വിഴുങ്ങും. 30 വെള്ളി കാശ് പോലും മേടിക്കാതെ എനിക്ക് നിങ്ങളെ ഒറ്റാൻ അറിയാം. ഒറ്റുന്ന നീ ആയിരിക്കും ആദ്യം സെൻട്രൽ ജയിലിലേക്ക് പോകുന്നത്. ഞാൻ പുറകെ വരത്തുള്ളൂ. 1 രൂപ പോലും എനിക്ക് തരാതെയുള്ള നിങ്ങളെ അർമാദമുണ്ടല്ലോ, ദൈവം പൊറുക്കൂല. 1 രൂപ കാശ് പോലും നിനക്ക് ഞാൻ തരാത്തതേ നീ പുട്ടടിച്ചും വെള്ളം അടിച്ചും നശിപ്പിക്കും. അതുകൊണ്ടാ. നിങ്ങൾ ഈ കാശ് കൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നു? ആദ്യം ഒരു കറക്കം,
വിമാനമാർഗം. ആ, പിന്നെ തിരികെ വന്നിട്ട് ഒരു ബംഗ്ലാവ് വാങ്ങിക്കണം. കുറഞ്ഞതും ഒരു 20 അടിച്ചു തള്ളിക്കാരെയെങ്കിലും ജോലിക്ക് വെക്കണം. പ്രതികാരമാണല്ലേ? അടിച്ചു തൂപ്പുകാരി എന്ന പേരില് ഞാൻ കുറെ ചീത്ത കേട്ടിട്ടുണ്ട്. ഓ, അതൊക്കെ 4 ഇരട്ടിയായിട്ട് എനിക്ക് തിരിച്ചു കൊടുക്കണം. പിന്നെ പല സൈസിലുള്ള കടിക്കുന്ന കുറെ പട്ടികളെ എനിക്ക് വാങ്ങിക്കണം. ആന്തരി നിന്നെയും പിച്ചക്കാരെയും ഓടിക്കാൻ. നിങ്ങളെ ഞാൻ അല്ല, നിങ്ങൾ എവിടേക്കാ ഈ ടൂറിന് പോകുന്നത്? ഇന്ത്യയിൽ എല്ലായിടത്തും പോകും. അല്ലേ, ദേ ഇപ്പൊ തന്നെ പ്രിയക്ക് സംശയം തോന്നിരിക്കുക. നിങ്ങളുടെ കയ്യിൽ അമിതമായിട്ട് പണം കുമിഞ്ഞു കൂടുന്നെന്ന്. നിങ്ങൾക്ക് ഏതൊക്കെയോ അണ്ടർവേൾഡ് ബന്ധമുണ്ടെന്ന്. ദേ, നിങ്ങൾ ഏതോ മുതലയാരെ തട്ടിയിട്ട ഇവിടെ വന്ന് ഈ കാശുമായിട്ട് കറങ്ങുന്നതെന്ന്. അവളോട് പോയി പണി നോക്കാൻ പറയടാ. അല്ല, ഞാൻ താജ്മഹലിൽ നിൽക്കുന്ന ഫോട്ടോ മൊബൈലിൽ വരുമ്പോ അവൾ അറിയുമല്ലോ. ഓ അമ്മേ, നിങ്ങൾക്ക് ഇതിന് മാത്രം കാശ് എവിടെ നിന്നാണെന്ന് ചോദിച്ചാ ഞാൻ എന്ത് മറുപടി പറയും? എടാ, എന്റെ പെൻഷൻ കാശാണെന്ന് പറഞ്ഞാ മതി. അത് ശരി, നിങ്ങൾക്ക് പെൻഷനാ? ആ, 1500 കുടുവയല്ലേ നിങ്ങളെ പെൻഷൻ? ആ കാശ് കൊണ്ട് എവിടെ ടൂർ പോവാനാ? എടാ, വിശ്വസിക്കുന്നവര് വിശ്വസിച്ചാ മതിയടാ. ദേ, പാതാളത്തിലേക്കാ കേട്ടോ നിങ്ങളുടെ യാത്ര. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഏ? വാ.